നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മുമ്പും പലവട്ടം കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് കേൾക്കുന്ന ഒരു തമാശ, CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി മുതൽ തിരുവനന്തപുരത്ത് നഗരത്തിലും യൂണിവേഴ്സിറ്റിയിലും കിടന്ന് ഞുളയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾ വരെ പറഞ്ഞ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സർ CPയെ വെട്ടി തിരുവിതാംകൂറിൽ നിന്ന് ഓടിച്ച ഞങ്ങളോടാണോ ഗവർണറുടെ കളി എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു എല്ലാവരും എല്ലാ ദിവസം പ്രസംഗിക്കുമ്പോഴും സർ CPയെ വെട്ടിയതും ഓടിച്ചതും ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളും ഈ വൃദ്ധ കമ്മ്യൂണിസ്റ്റുകളും അടക്കം പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇവർ ഇത്രയും നാട്ടുകാരെ മണ്ടന്മാരാക്കുന്നത്, അതോ പുതിയ കുട്ടികളെ മണ്ടന്മാരാക്കുന്നതാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. ഞാൻ വേറെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സർ CPയെ വെട്ടിയതിനെ സംബന്ധിച്ച് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന അവരുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രസിദ്ധനായ നേതാവ് ശ്രീ EMS നമ്പൂതിരിപ്പാട്, സവർണ കമ്മ്യൂണിസ്റ്റായ നമ്പൂതിരിപ്പാട്, ഈ CPയെ വെട്ടിയതിനെ കുറിച്ചും ഓടിച്ചതിനെ കുറിച്ചും ഉള്ള കാര്യം പറയുന്ന ആ ഭാഗം അത് മാത്രം ഞാൻ വായിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന പുസ്തകത്തിലാണ്, അതൊരു ലേഖന പരമ്പരയായിരുന്നു, അത് ചേർത്ത് പുസ്തകമാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിലാണ് EMS പറയുന്നത്. ഈ സർ CPയെ ഓടിച്ചതിനെ കുറിച്ച് പറയുന്ന കാര്യം മാത്രം ഞാൻ വായിക്കാം. രണ്ടിടത്തും തൊഴിലാളി വർഗ ചേരി പരാജയമടഞ്ഞു. 100 കണക്കിന് സഖാക്കൾ, അതായത് പുന്നപ്രയിലെയും വയലാറിലെയും കാര്യമാണ് പറയുന്നത്. 100 കണക്കിന് സഖാക്കൾ രക്തസാക്ഷികളായി. അതും ഒരു തട്ടിപ്പാണ്. പുന്നപ്ര വയലാർ വിഷയം തന്നെ ഒരു തട്ടിപ്പാണ്. അവര് സർ CP കയറി അങ്ങ് വെടിവെച്ച് നിരത്തി എല്ലാവരെയും ഭീകരമായിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറയുന്നതിന് മുന്നേ അവർ പറയാതെ മറച്ചു വെച്ച ഒരു കാര്യം, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന SIയെയും പോലീസുകാരെയും എല്ലാം വെട്ടിയും കുത്തിയും കൊന്നു. അങ്ങനെ വെട്ടിയും കുത്തിയും കൊല്ലാൻ, അതുപോലെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കാൻ വേണ്ടി അനേകം കമ്മ്യൂണിസ്റ്റ് സായുധ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെ ഇന്നത്തെ പിണറായി വിജയന്റെ സർക്കാരാണെങ്കിൽ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ വെട്ടിയും കുത്തിയും കൊന്നാൽ പിണറായി വിജയന്റെ പോലീസ് വെറുതെ ഇരിക്കുമോ അതോ അവരെ വെടിവെക്കുമോ? എന്തൊരു നാണം കെട്ട വർത്തമാനം പറയുന്നതെന്ന് ആലോചിക്കുക. പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടി, അതായത് സ്വാതന്ത്ര്യ സമരത്തെ കൊടുത്തതിന്റെ നാണക്കേട് മറയ്ക്കാൻ ഏതിനും രക്തസാക്ഷിയെ കിട്ടിയാൽ അവർക്ക് മറയ്ക്കാമല്ലോ. ഏത് കൊള്ളരുതായ്മയും മറയ്ക്കാൻ ഒരു രക്തസാക്ഷിയെ, ഇപ്പോൾ ഗവർണർക്ക് പിന്നാലെ നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നാണക്കേട് മറയ്ക്കാൻ, അതുപോലെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ നടത്തിയ പരിപാടിയുടെ നാണക്കേട് മറയ്ക്കാൻ, പരിപാടി അവർക്ക് നാണക്കേടായല്ലോ, അത് മറയ്ക്കാനൊക്കെ വേണ്ടി. അപ്പൊ എങ്ങനെയല്ല ഒരു രക്തസാക്ഷിയെ കിട്ടാൻ വേണ്ടിയാണ് അവർ കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിച്ച് രക്തസാക്ഷിയെ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ തട്ടിപ്പ് സമരമായിരുന്നു പുന്നപ്ര വയലാർ. ആ പുന്നപ്ര വയലാറിനെ കുറിച്ചാണ് പറയുന്നത്. 100 കണക്കിന് സഖാക്കൾ രക്തസാക്ഷികളായി. അതിലും എത്രയോ കൂടുതൽ ആളുകൾ പട്ടാള ഭരണത്തിന്റെ ക്രൂര നടപടികൾക്ക് ഇരയായി. കമ്മ്യൂണിസ്റ്റുകാരുടെ നടപടികൾക്ക് ഇരയായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പട്ടാളമല്ലേ നടപടി എടുക്കുക? പോലീസ് ലോക്കപ്പുകളിലും സബ് ജയിലുകളിലും മാസങ്ങളോളം കഴിയേണ്ടി വന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാകെ താറുമാറായി പോയി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ വിപ്ലവ പ്രസ്ഥാനം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടുവെന്ന് വർഗശത്രുക്കൾ സമാധാനിച്ചു. പ്രസ്ഥാനത്തിന്റെ ചേരിയിൽ തന്നെ ഇത് സംബന്ധിച്ച ഗൗരവാവഹമായ അഭിപ്രായ ഭിന്നതകൾ പുറത്തു വന്നു. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാര് തന്നെ, ഈ EMS തന്നെ, ഈ പുന്നപ്ര വയലാർ സമരം നടത്തിയതിന്റെ നായകൻ ഈ KV പത്രോസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി അദ്ദേഹമാണ്. തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യം ഉണ്ടായത്, അതിന്റെ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പുന്നപ്ര വയലാർ സമരം. ആ സമരം ഒരു കൊള്ളരുതായ്മയായിരുന്നു എന്ന് ഇതേ EMS എഴുതി വെച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഗൗരവാവഹമായ അഭിപ്രായ ഭിന്നതകൾ പുറത്തു വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാഹസികതയ്ക്ക് എതിരായി മറ്റ് ഇടതുപക്ഷ കക്ഷികളുടെ വക്താക്കൾ പോലും നിഷിദ്ധമായ വിമർശനങ്ങൾ നടത്തി. 100 കണക്കിന് ചെറുപ്പക്കാരെ കുരുതി കൊടുത്ത് അവരുടെ കുടുംബങ്ങളെ അനാഥരാക്കിയെന്ന ആരോപണം പാർട്ടിക്കെതിരെ ഉന്നയിക്കാൻ യാഥാസ്ഥിതികർ മാത്രമല്ല, പുരോഗമനവാദികളിലും വിപ്ലവകാരികളിലും ഒരു വിഭാഗം പോലും തയ്യാറായി. എന്ന് വെച്ചാൽ EMS അടക്കമുള്ള സഖാക്കൾ പലരും
അതിനെ തള്ളിപ്പറഞ്ഞതിനെ കുറിച്ച് മറ്റുള്ളവരുടെ തലയിലേക്ക് അത് കെട്ടിവെക്കുകയാണ്. എന്നാൽ ഈ സ്ഥിതിവിശേഷം അധിക നാൾ നീണ്ടു നിന്നില്ല. പുന്നപ്രവയലാർ സമരം നടന്ന് 10 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വതന്ത്ര തിരുവിതാംകൂറിന്റെയും അമേരിക്കൻ മോഡലിന്റെയും കർത്താവായ ദിവാൻ സർ CP രാമസ്വാമി അപമാനിതനായി നാട് വിട്ടു. ആരാണ് അപമാനിച്ചതെന്നുള്ളത് ആണ് ഓർക്കേണ്ടത്. അതോടെ സ്വതന്ത്ര തിരുവിതാംകൂറും അമേരിക്കൻ മോഡലും ചവറ്റുകുട്ടയിലാവുകയും ചെയ്തു. തിരുവിതാംകൂറിനെ ഇന്ത്യയുടെ ഭാഗമാക്കിക്കൊണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയോട് ഉത്തരവാദപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന മന്ത്രിസഭ എന്ന അർത്ഥത്തിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ എടുത്തുകൊണ്ടും ആധികാരികമായ ഉത്തരവുകൾ വന്നു. ഇതെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ഇതെല്ലാം ദിവാൻ CP രാമസ്വാമി അയ്യരെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ഔദ്യോഗിക ചടങ്ങിനിടയ്ക്ക്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ദിവാൻ CP രാമസ്വാമി അയ്യരെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ഔദ്യോഗിക ചടങ്ങിനിടയ്ക്ക് വെട്ടാനൊരുങ്ങിയ ഒരു യുവാവിന്റെ ധീരത മൂലമാണെന്ന് പറഞ്ഞു പരത്താൻ അന്ന് തന്നെ പലരും ശ്രമിച്ചു. ശ്രദ്ധിക്കണം, അങ്ങനെ വെട്ടിയ ഒരു യുവാവിന്റെ ധീരത കൊണ്ടൊന്നും അല്ല, ആ ചെറുപ്പക്കാരൻ കാരണമല്ല CP തിരിച്ചു പോയതെന്നാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നും ആ ശ്രമം നടക്കുന്നുണ്ട്. നിവർത്തന പ്രക്ഷോഭം തൊട്ട് ഒന്നാം ഉത്തരവാദ ഭരണ സമരങ്ങളിലൂടെ വളർന്നു വന്ന തിരുവിതാംകൂറിലെ ബഹുജന പ്രസ്ഥാനം, അതിന്റെ മുൻനിരയിൽ നിന്ന് ആലപ്പുഴ തൊഴിലാളി വർഗം തുടർച്ചയായി നടത്തിയ സംഘടിത സമരങ്ങൾ, അവയിൽ വെച്ച് ഏറ്റവും ഉയർന്ന രൂപം കൈക്കൊണ്ട പുന്നപ്രവയലാർ സമരം, ഇവയെല്ലാം നിസാരമാക്കി തള്ളി സർ CPയെ വെട്ടിയ ഒരു സാഹസിക യുവാവിന്റെ വൈയക്തിക ധീരതയെ പൊക്കിക്കാണിക്കാനുള്ള ശ്രമമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതായത് പുന്നപ്രവയലാർ സമരം ഒന്നും നടത്തിയിട്ട് CP എങ്ങോട്ടും പോയില്ല, അതിനെ അടിച്ചമർത്തി എല്ലാത്തിനെയും ഒതുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ CPയെ വെട്ടി ഓടിച്ചത് ഒരു മണി, KCS മണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് ആ ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് CPM-ലോ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വെട്ടിയതിന്റെ പേരിൽ ആണ് പോയത് എന്ന് പ്രചരിപ്പിക്കുന്നത് സത്യസന്ധമല്ല, വസ്തുതാപരമല്ല എന്നാണ് EMS നമ്പൂതിരിപ്പാട് പറയുന്നത്. ആ സാഹസിക യുവാവിന്റെ വൈയക്തിക ധീരതയെ പൊക്കിക്കാണിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ പൊക്കിക്കാണിക്കുകയൊന്നും വേണ്ട. ആ യുവാവ് അഥവാ KCS മണി എന്ന് പോലും പറയുന്നില്ല, KCS മണി വെട്ടിയത് കൊണ്ടല്ല പോയത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നത് വെട്ടി ഓടിച്ചത് ഞങ്ങളാണെന്ന്. ഈ ആരാന്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഈ നാണം കെട്ട പണി എത്ര നാളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു? അത് അന്ന് ഏതോ ഒരു യുവാവ് വെട്ടി എന്ന് ഏതോ ഒരു യുവാവ് വെട്ടി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പ്രശസ്തിയിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് അന്ന് പറഞ്ഞ EMS നമ്പൂതിരിപ്പാടും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് പറയുന്നു CPയെ വെട്ടി ഓടിച്ചത് ഞങ്ങളാണ് എന്ന്. എന്തിനാ സഖാക്കളെ ഇങ്ങനെ നാണം കെട്ട ഈ എട്ടുകാലി മമ്മൂഞ്ഞന്മാരാവാൻ കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ആവട്ടെ, അവർക്ക് നാണവും മാനവും ഇല്ല എന്ന് വിചാരിക്കാം. ഈ ചെറുപ്പക്കാർ പിള്ളേര് ഇതൊന്നും അറിയാതെ ഞങ്ങളാണ് CPയെ വെട്ടി ഓടിച്ചതെന്നൊക്കെ പറയുമ്പം EMS നമ്പൂതിരിപ്പാട് എന്ന സവർണ ബൂർഷ്വ കമ്മ്യൂണിസ്റ്റിന്റെ ഈ ലേഖനമെങ്കിലും ഈ ചെറുപ്പക്കാർ പിള്ളേര് വായിക്കണ്ടേ? കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങളൊന്ന് വായിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളോട്, DYFI കുട്ടികളോട്, SFI കുട്ടികളോടും പറയാനുള്ളത്, ദയവായി നിങ്ങളല്ല വെട്ടിയത്, നിങ്ങളല്ല വെട്ടി ഓടിച്ചത് എന്ന് നിങ്ങളുടെ വലിയ ബുദ്ധിജീവിയും നേതാവുമായ, എക്കാലത്തെയും ബുദ്ധിജീവിയായ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മണിയെ വെട്ടി CPയെ ഓടിച്ചു എന്ന പല്ലവി പറഞ്ഞ് നാണം കെടരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചെറുപ്പക്കാർക്ക് കുറച്ചൊക്കെ നാണം കാണുമല്ലോ. ഈ കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ എല്ലാം കെട്ടവരായിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് DYFIക്കാരും SFIക്കാരും ഇനിയും കുറച്ചു കാലം കൂടെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ ജീവിക്കേണ്ടവരാ, കുറഞ്ഞ പക്ഷം നിങ്ങൾ വ്യക്തിപരമായിട്ടെങ്കിലും ജീവിക്കേണ്ടവരാ. അതുകൊണ്ട് ഈ വല്ലവന്റെയും കുഞ്ഞിനെ ചുമക്കുന്ന, അതിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന നാണം കെട്ട പണി അവസാനിപ്പിച്ചിട്ട് CPയെ വെട്ടിയതും ഓടിച്ചതും ഞങ്ങളല്ല, അത് വേറെ ആമ്പിള്ളേരാണ് എന്നത് വിളിച്ചു പറയണ്ട. മിണ്ടാതിരുന്നിട്ട് അത് ആരെങ്കിലും ആയിക്കോട്ടെന്നെങ്കിലും വിചാരിച്ചു കൂടെ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ദയവായി യുവ സഖാക്കള് ഇനിയും നാണം കെട്ട പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.